തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിക്ക് മുന്നിൽ കെഎസ്യുവിന്റെ പ്രതിഷേധം. പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കീം റാങ്ക് പട്ടിക വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രവർത്തകർ മന്ത്രി ആർ ബിന്ദുവിന്റെ കോലം കത്തിച്ചു. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോഴും അതിശക്തമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കെഎസ്യു പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണോ? ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. 5 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമം നടത്തി. അതിന് പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇത്തവണ തുടർച്ചയായി 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ സമരം തുടരുകയാണ്, പ്രതിഷേധം തുടരുകയാണ്. ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയിരുന്നു, പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ബാരിക്കേഡ് മറികടന്ന് പോകാനുള്ള ശ്രമവും പ്രവർത്തകർ നടത്തിയെങ്കിലും പോലീസ് അതും തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് അത് അനുവദിക്കാനാവില്ല, അത്തരം നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രവർത്തകർ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോൾ പോലീസുമായി വാക്കേറ്റമുണ്ടാകുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ സമരം തന്നെയാണ് കേസ് നയിക്കുന്നത് ഈ വിഷയത്തിൽ. കഴിഞ്ഞ ദിവസമാണ് പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്, അതിനുശേഷം പ്രതിഷേധം നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണ് ഈ കീം വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതര സംസ്ഥാന വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രവർത്തകർ, വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പുറകോട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം ഈ ജലപീരങ്കി നിർത്തിയതിനു ശേഷം വീണ്ടും ബാരിക്കേഡിനോട് അടുക്കുന്ന ഒരു സമീപനമാണുള്ളത്. ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാനുള്ള പരമാവധി ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഈ പ്രതിഷേധം കണക്കുമ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 6 തവണ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ ഒട്ടും പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അവർ പ്രക്ഷോഭം ശക്തമാക്കുക തന്നെയാണുള്ളത്. കെഎസ്യു പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിക്ക് മുന്നിലാണ് കെഎസ്യുവിന്റെ പ്രതിഷേധം. കീം റാങ്ക് പട്ടികയിലെ അപാകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. 6 തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ